ഹായ് ഹലോ ഐ ആം ലക്ഷ്മി ഹിയർ. നമ്മൾ ഒരുപാട് ദിവസമായി കണ്ടിട്ട് അപ്പം നമുക്കൊന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് കാണാം. ഇന്ന് നമ്മൾ പാസ്തയാണ് കുക്ക് ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാണ് പാസ്ത കുക്ക് ചെയ്യുന്നതെന്നല്ലേ. അപ്പോൾ എന്താ പാസ്ത വളരെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡൊന്നും അല്ല, നമുക്ക് ഇടയ്ക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഫുഡാണ് പാസ്ത. അതെങ്ങനെ ഈസി ആയിട്ട് ഉണ്ടാക്കാമെന്നാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ആദ്യമായിട്ട് പാസ്ത നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ പാസ്ത, ആവശ്യത്തിന് വെള്ളവും അതിലേക്ക് ഒലീവ് ഓയിലോ നിങ്ങൾ ഉപയോഗിക്കുന്ന ഓയിൽ ഏതായാലും അതും ഉപ്പും ചേർത്ത് നന്നായിട്ട് വേവിച്ച് വെക്കുക. വേവിച്ചതിന് ശേഷം നമ്മളിതൊന്ന് ഊറ്റി വെക്കുക എന്ന് പറഞ്ഞാൽ വെള്ളം തോരാൻ വെക്കുക. അതിനുശേഷം നമ്മുടെ പാനൊക്കെ ഒന്ന് നമ്മുടെ ഗ്യാസിലേക്ക് വെച്ചതിന് ശേഷം, ബട്ടറാണ് ഇതിൻ്റെ മെയിൻ സാധനം കേട്ടോ. ബട്ടർ അങ്ങോട്ട് ഇടുക. ബട്ടർ അങ്ങോട്ടിട്ട് ആവശ്യത്തിന് ബട്ടർ നമുക്ക് ഉപയോഗിക്കാം. ആ ബട്ടറൊക്കെ ബട്ടർ ഒരുപാട് കരിഞ്ഞു പോകാൻ പാടില്ല. ബട്ടർ ഒന്ന് ഇതാകാനേ പാടുള്ളൂ. അതിനകത്തേക്ക് നമ്മൾ നുറുക്കി വെച്ചേക്കുന്ന നമ്മുടെ ഗാർലിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പാസ്തയിൽ. അപ്പോൾ ആ ഗാർലിക്ക് കൂടി നന്നായിട്ടിട്ട് ഗാർലിക് ഒരു ബ്രൗൺ ഷെയ്ഡ് ആകുന്നത് വരെ നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക, അതായത് വഴറ്റിയെടുക്കുക. അതിനകത്തേക്ക് നമ്മുടെ റെഡ് ചില്ലി ഫ്ലേക്സും അതുപോലെ ബ്ലാക്ക് പെപ്പർ, ഉപ്പ്, ബട്ടർ ഇതെല്ലാം ചേർത്തിട്ട് നമ്മുടെ ഊറ്റി വെച്ചേക്കുന്ന പാസ്ത വീണ്ടും ഇതിനകത്തേക്ക് ഇട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക. നന്നായിട്ട് അതെല്ലാം ചേരുവകളെല്ലാം ഒന്ന് ചേർന്ന് വരുമ്പോൾ ഞാൻ ബട്ടർ ഇപ്പോഴാണ് ഇടുന്നത് കേട്ടോ. ബട്ടറും കൂടിയൊക്കെ ഇട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മുടെ കുക്കിംഗ് ക്രീം, അത് ആവശ്യത്തിന് കുക്കിംഗ് ക്രീം നമുക്ക് ഉപയോഗിക്കാം. കാരണം പാസ്ത ഇരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് ടൈറ്റായി ഇറുകി പോകുന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് ആവശ്യത്തിന് കുക്കിംഗ് ക്രീം അതിനകത്ത് യൂസ് ചെയ്യണം. അപ്പോൾ നല്ലതായിട്ട് കുക്കിംഗ് ക്രീമൊക്കെ ഉപയോഗിച്ചിട്ട് കണ്ടോ, നന്നായിട്ട് അതങ്ങനെ തിളച്ച് വരുവാണ്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇത് ഹെൽത്തി അല്ല എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. എപ്പോഴും കഴിക്കുന്നത് ഹെൽത്തി അല്ല, പക്ഷെ വല്ലപ്പോഴൊക്കെ ആയാൽ കുഴപ്പമില്ല. കാരണം ഇതൊരു മൈദ പ്രോഡക്റ്റ് ആണല്ലോ. അപ്പോൾ അത് കാരണം അങ്ങനെ എപ്പോഴും യൂസ് ചെയ്യാതിരിക്കുക. അപ്പോൾ നമ്മുടെ പാസ്ത റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി പാസ്തയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. എൻ്റെ മോൻ കഴിച്ചിട്ട് പറഞ്ഞു. ഞാനത് സെർവ് ചെയ്യാനായിട്ട് നോക്കിയപ്പോൾ വേറെ ഇവിടെ ഡെക്കറേഷൻ ചെയ്യാനൊന്നും എൻ്റെ അടുത്ത് ഒന്നുമില്ല. ഞാൻ കുറച്ച് കിവി ഉണ്ടായിരുന്നതൊക്കെ ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ട്, കിവി നല്ല ഇതാണ് കേട്ടോ, ഒരു പ്രത്യേക ഒരു രുചിയല്ലേ കിവിക്ക്, നമ്മുടെ പുളിപ്പും മധുരമൊക്കെ ചേർത്തിട്ട്. അപ്പോൾ ഞാനത് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ പാസ്ത. അപ്പോൾ ഞാൻ മോനത് കൊടുത്തു. അവൻ നല്ല ടേസ്റ്റോട് കൂടി കഴിച്ചിട്ട് പറഞ്ഞു, അമ്മേ പുറത്തുനിന്ന് മേടിക്കുന്നതിനെക്കാട്ടി നല്ല സൂപ്പറായിട്ടുണ്ട്, പുറത്തുനിന്ന് എപ്പോഴും വാങ്ങുന്നതിനെക്കാട്ടും നമ്മൾ കുക്ക് ചെയ്യുന്ന ഫുഡിന് അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റ് ഉണ്ടാകും അല്ലേ. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് നുണയും കുശുമ്പൊക്കെ ആയാലും പെണ്ണുങ്ങളല്ലേ കാണുന്ന കൂടുതലും, അവർക്കത് കൂടുതൽ ഇഷ്ടമാകും. ഇന്നത്തെ നമ്മുടെ വിഷയം എന്തെന്ന് പറഞ്ഞാൽ, നമ്മുടെ ചക്കിയുടെ കല്യാണം, നമ്മുടെ ജയറാമേട്ടൻ്റെ മോളുടെ കല്യാണമായിരുന്നു. കല്യാണമൊക്കെ കഴിഞ്ഞു, നല്ല സൂപ്പറായിരുന്നു. 4 ലുക്സിൽ ചക്കി വന്നു, അടിപൊളിയായിരുന്നു അല്ലേ. അവർ ഉപയോഗിച്ചിരുന്ന മേക്കപ്പ് ആണെങ്കിലും സാരീസ് ആണെങ്കിലും അവരുടെ ഹെയർ സ്റ്റൈലൊക്കെ ആണെങ്കിലും സൂപ്പറായിരുന്നു. അതുപോലെ തന്നെ സ്കിൻ വിസിബിൾ മേക്കപ്പ് എന്ന് പറഞ്ഞൊരു സംഭവമാണ് അവർ ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് മേക്കപ്പ് ഭയങ്കര രസമായിരുന്നു. അപ്പോൾ എല്ലാം അടിപൊളിയായി. എൻ്റെ പാസ്ത നിങ്ങൾക്ക് ഇഷ്ടം